നമസ്കാരം. KKTM മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം IT പരീക്ഷയിൽ ചോദിക്കുന്ന ഏതാനും പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. അതിൽ ആദ്യമായി ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ഗ്രൂപ്പ് 1-ൽ വരുന്ന ഈ ചോദ്യത്തിൽ പറയുന്നത്, ഓപ്പൺ ദ ഫയൽ badge.svg given in the exam documents folder in home in Inkscape software and create a design of a badge as shown in the model given below. ഇവിടെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മേക്ക് അനദർ സർക്കിൾ ഇൻ ദ മിഡിൽ ഓഫ് ദ സർക്കിൾ, അഡ്ജസ്റ്റ് ഇറ്റ് സൈസ്, ടൈപ്പ് ദ ടെക്സ്റ്റ് ആൻഡ് അറേഞ്ച് ഇറ്റ് അക്കോർഡിംഗ് ടു ദ സർക്കിൾ ഇൻ ദ മിഡിൽ. Export the image as PNG file to exam 10 folder in home with your register number _ question number as the file name. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. ഈ കലോത്സവം വോളണ്ടിയർ സ്കൂൾ എന്ന ടെക്സ്റ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബാഡ്ജ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർക്കിളിന് തുറന്നു വരുമ്പോൾ കാണുന്ന നീല സർക്കിളിന് കൂടെ മറ്റൊരു സർക്കിൾ കൂടി നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ഇതിനെ സർക്കിൾ രൂപത്തിലേക്ക് മാറ്റണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കിത് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ഫയൽ പറഞ്ഞിരിക്കുന്നത് ഹോമിലുള്ള എക്സാം ഡോക്യുമെൻറ്റ്സിൽ badge.svg ഫയൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഹോം തുറക്കാം. ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ badge.svg എന്ന ഫയൽ കാണാം. ഈ ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻസ്, അതിൽ നിന്നും ഇങ്ക്സ്കേപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് ഈ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ തുറന്നു വരുന്ന ഈ ഒരു ഫയൽ നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലൂ സർക്കിൾ നമുക്ക് ഓൾറെഡി കാണുവാനായിട്ട് സാധിക്കും. ഈ ബ്ലൂ സർക്കിളിനെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഈ ആരോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുക്കാൻ ഇവിടെ ഒന്നുകിൽ എഡിറ്റിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുക്കാം, അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് Ctrl+D അമർത്തിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നിലവിൽ ഇതിൻ്റെ മുകളിൽ തന്നെ മറ്റൊരു ഫയലായിട്ട് മറ്റൊരു ചിത്രമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെവിടെയും ക്ലിക്ക് ചെയ്യാതെ ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പറഞ്ഞിരിക്കുന്ന കളർ ഇങ്ങനെ ഒരു ഗ്രേ കളറാണ്. ഗ്രേ കളർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എല്ലാ വശങ്ങളിൽ നിന്നും ഒരുപോലെ ഈ ഒരു വൃത്തത്തിനെ ചെറുതാക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിലുള്ള Ctrl+Shift എന്നീ 2 കീകൾ ഒന്നിച്ചമർത്തിയതിന് ശേഷം ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഉൾഭാഗത്തേക്ക് മൗസ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ കൂടി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമാണ് കലോത്സവം വോളണ്ടിയർ സ്കൂൾ എന്നുള്ളത്. അത് ടൈപ്പ് ചെയ്ത് വരുന്നതിന് ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാതൃക പോലെ ടൈപ്പ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് അവിടെ നൽകിയിട്ട് വേണം നമുക്ക് ഈ സർക്കിളിനെ ചെറുതാക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ടൂൾ ടൂളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്യുക. നമുക്ക് വേണ്ടത് കലോത്സവം. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് കലോത്സവം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റിൽ ആ ഒരു ചിത്രത്തിൽ കലോത്സവത്തിന് ശേഷം ആ ഓരോ വാക്കുകൾക്കിടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കലോത്സവത്തിന് ശേഷം നമുക്കൊരു 2-3 സ്പേസ് അവിടെ നൽകിയിട്ട് അടുത്ത വാക്ക് ടൈപ്പ് ചെയ്യാം. വോളണ്ടിയർ, വീണ്ടും ഒരു 3 സ്പേസ് കൊടുക്കുക. അതിനുശേഷം സ്കൂൾ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ബോൾഡാക്കാം. ചോദ്യത്തിൽ ബോൾഡായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു സെലക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ മുകൾ ഭാഗത്ത് നോർമൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും.
ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ സർക്കിൾ ഇത്രയും വലുതാണ്. ഈ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് സർക്കിളിനെ അപേക്ഷിച്ച് താരതമ്യേന ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് അല്പം കൂട്ടി കൊടുക്കണം. അതിന് നമുക്ക് ഇത്രയും ഉള്ള ഒരു സർക്കിളിന് നമുക്ക് ഏകദേശം സ്യൂട്ടബിളായിട്ട് വരുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിന്നും ഒരു 48 കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു TT എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഈ ക്ലിക്ക് ചെയ്ത് നമുക്ക് 48 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാം. അപ്പോൾ 48 കിടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാഴ്ചയിൽ തന്നെ ഏകദേശം സ്പേസ് ഈ ഒരു സർക്കിളിനകത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഈ ഒരു സർക്കിൾ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആരോ ടൂൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് 2 ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കലോത്സവം സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചതിന് ശേഷം ഈ ഒരു ഈ ഒരു ചെറിയ സർക്കിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയ സർക്കിളും കലോത്സവവും ഒന്നിച്ച് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടൂളായിട്ടുള്ള പാത്തിൽ ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ വാക്കുകൾ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചോദ്യത്തിൽ പറയുന്ന പ്രകാരം ചോദ്യത്തിൽ നമുക്ക് ഇവിടെ കലോത്സവം താഴെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കൂൾ ഇവിടെ വരുന്ന രീതിയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതിനെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൽ ഈ സെലക്ഷൻ വന്നിരിക്കുന്നതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോ ടൂൾ മാറിയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടൂളായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ആരോ ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രാവശ്യം അത് നീങ്ങിയില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ലഭിക്കും. ഓക്കെ, അപ്പം ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ കളർ മാറ്റുക എന്നുള്ളതാണ്. കളർ നമുക്ക് വന്നിരിക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ ഈ സെലക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യെല്ലോയിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ കുറച്ചുകൂടി ഒരു വിഡ്ത്ത് ഇതിനിടയിൽ നിന്ന് ഇതിവിടെ കലോത്സവം വോളണ്ടിയറൊക്കെ ഈ ഒരു വൈറ്റ് ഔട്ട്ലൈനിൽ മുട്ടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് അങ്ങനെയല്ല, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കലോത്സവം എന്ന് പറയുന്ന ആ ലെറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സെലക്ഷൻ വരുന്നത് സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്കിളിനെ ചെറുതാക്കിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഷിഫ്റ്റും കൺട്രോളും ഒന്നിച്ചമർത്തി പിടിച്ചിട്ട് ഈ ആരോയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ ലഭിക്കും. ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിനെ എക്സ്പോർട്ട് ചെയ്യുക, PNG ഇമേജായിട്ട് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇതിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് Ctrl+G ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിന് ശേഷം നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് ഇമേജ് എന്ന് കാണാം. അപ്പോൾ എക്സ്പോർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് എവിടെ ഏത് പേരിൽ എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഫയൽ നെയിം. അവിടെ എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഹോമിൽ എക്സാം 10ലാണ്. ചില സിസ്റ്റത്തിൽ ഹോം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെസ്ക്ടോപ്പ് എന്നതിന് മുകളിൽ എന്താണോ കിടക്കുന്നത് അതാണ് നമുക്ക് ഹോമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഡെസ്ക്ടോപ്പിന് മുകളിലുള്ള മോഡൽ IT എക്സാം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാം 10 കാണാം. എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഇവിടെ മുകളിൽ എക്സാം 10 എന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് എക്സാം 10ൻ്റെ അകത്താണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകുക. ഞാനിവിടെ ഒരു ഡമ്മി നമ്പറാണ് നൽകുന്നത്. അതിനുശേഷം ഗ്രൂപ്പ് കാണിക്കാൻ ക്വസ്റ്റ്യൻ നമ്പർ കാണിക്കാനായിട്ട് _ ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് 1 എന്നുള്ളത് നൽകാം. ഇത്രയും നൽകി കഴിഞ്ഞാലാണ് നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നത്. ഇവിടെ താഴെ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആയിട്ടില്ല. ആ ഓപ്ഷൻസ് നമ്മൾ നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഒരു ബട്ടൺ കാണാം. ഈ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫയൽ ആ ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ആവുകയുള്ളൂ. അപ്പോൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. പെട്ടെന്ന് എന്തോ മിന്നിമാഞ്ഞ പോലെ നമുക്ക് കാണാം. ഇനി നമ്മുടെ
ചെയ്തിരിക്കുന്ന ഈ ഒരു ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് പ്രത്യേകം ചോദിക്കും സേവ് ചെയ്യണോ, ക്ലോസ് വിത്തൗട്ട് സേവിങ് ഓർ സേവ്. നമ്മളിവിടെ ക്ലോസ് വിത്തൗട്ട് സേവിങ് എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇത് ക്ലോസ് വിത്തൗട്ട് സേവിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഫയൽ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് Exam 10 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അവിടെ റെഡിയായി വന്നിരിക്കുന്നത് കാണാം.